വാങ്ങ 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 10 രൂപ തൊപ്പി 20 രൂപ ബൊമ്മ വാങ്ങ വാങ്ങ. നിന്റെ നാട്ടിൽ നിന്ന് ആര് വരുന്നുണ്ടെന്ന് പറഞ്ഞ? അത് കേരളയിல இருந்து என் முதலாளி മേജർ കുഞ്ഞാപ്പൂന് കല്യാണല്ലേ? അത് ചെറിയൊരു പരിപാടിയാണ്, വല്ലാതെ ആൾക്കാരോടൊന്നും പറയണില്ല. പിസ്കന്താ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും പോകും. അതിനെന്താ ഞാൻ ചിരിക്കാവല്ലോ. ഇതന്നെ എന്താ ബാധയാ? இந்த ஊரு ஃபுல்லா சுத்தி பாக்குறதுக்கு இப்ப வரும். அப்படியா? அதான் வந்துட்டா பாரு தலைவா. ഒലക്ക പറഞ്ഞ ഒലക്ക അൺലിമിറ്റഡ് എന്ന ആൾക്കാരാ തിന്ന് മുടിപ്പിച്ചാൻ വേണ്ടിട്ട്. അസിയെ അറിഞ്ഞില്ലേ? സംഗതിയൊക്കെ ഞാൻ അറിഞ്ഞുകൂടി പോയാക്കാം. 22-ാം തീയതി പണ്ട് ബാല്യ ട്രൂപ്പിലായിരുന്നു. അതെന്റെ അറിയാനുണ്ട്. ഒന്നുകൂടെ നോക്ക്. സുളകന്റെ സോപ്പെങ്കെ സുളകൻ കേസേ ജായക മുറുകാണി ശനിയാഴ്ച ഒന്നും നോക്കണ്ട, നേരത്തെ തന്നെ വന്നോണ്ടു. അല്ല, കല്യാണത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മളെ പിടിയിൽ തന്നെയല്ലേ? ആ സാധനങ്ങളൊക്കെ എന്റെ പീടിയിൽ തന്നെയാണ്. പണ്ടാരി ബില്ല് വരുമ്പോ 2 മുളകും പൊടിന്റെ പാക്കറ്റ്. എന്തിനാ കരയെന്ന് എനിക്കറിയാവോ, രാവിലെ തുടങ്ങിയതാ. ചിരിക്കുന്നു, കരയുന്നു. പാക്കലാം സുണകൻ എന്റെ ശമ്പൂത്തിനും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. செம்போத்து செம்பகக்க நான் கொண்டு வரும். இப்ப நீ ഏറെ വെച്ചോണ്ട് മറ്റേ ടേസ്റ്റ് ഏറിയ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് തിന്നു. വരുമ്പോ ഈ കുട്ടികളെയും കൊടുത്തോണ്ടു. അതിനൊക്കെ പിന്നെ അധികം ചോറൊന്നും വേണ്ടല്ലോ, പന്തലിൽ നിറച്ച ആൾക്കാരുണ്ടായിക്കോട്ടെ. ഞാൻ തുണി കഴിയില്ലെന്നും പറഞ്ഞോണ്ട് വെട്ടത്തി കൊണ്ട് ഈ വീടിന് ചുറ്റിനെ എന്നെ ഓടിപ്പിച്ചു. പണിയൊന്നും ചെയ്യാറില്ല വീട്ടിലല്ലേ? ഏതാ ഇനം? കളരിപ്പറമ്പില് തേങ്ങ കക്കാൻ പോയി പാതിരാത്രിക്ക്. അതെ, അവിടെന്നാ കൂടിയത്. ആ സുണകൻ, ஐயா അതാണ് പാലൊഴുകും പാറ. எங்க ആകനെ പീച്ചെ ദേക്കോയാ. ആ ഫാറൂഖേ, 22-ാം തീയതി കുഞ്ഞാപ്പൂരെ കല്യാണാണ്. ഇപ്പാനോട് ഉച്ചക്കാൻ വരാൻ പറയുന്നു. അപ്പൊ എന്താ കോയക്ക, ഞങ്ങൾക്കൊന്നുമില്ലേ? ഒരു പേരിന്ന് ഒരാൾക്കുള്ളൂ. അതന്നെ ഇപ്പൊ വേണമെന്ന് വെച്ചിട്ട് പറയല്ല. ഈ നട്ടുച്ച നേരത്ത് ബാധ ഒഴിപ്പിക്കാൻ വന്ന ബാധ ഒഴിഞ്ഞു പോവോ? ഉച്ചയായോണ്ടേ ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു നോക്കിയാലോ. എന്തായി പറയണേ? മന്തി എന്താ ബാധയാ? അല്ല അച്ഛനാ. അല്ല ബാധ കൂടിയതാണോ? അതെ, ഒന്ന് കൈ വെക്കേ. ഓ മേരി പ്യാർ. ആഡ്രാ. ഞാൻ റെഡാക്കിലായിരുന്ന കാലത്ത് ஐயா இன்னைக்கு வெடி வேணாம். நம்ம டூர் வந்திருக்கோம்ல. അച്ഛാ വന്നിട്ട് എന്താ കാര്യം? ഇപ്പൊക്കെ ബിരിയാണി തന്നാൻ പറ്റൂലേ? അങ്ങനത്തെ തെരഞ്ഞെടുച്ചിക്കാണ്ടേ ഞാൻ കല്യാണം പറയണ്ടേ. വെഞ്ചോറ് ഒക്കെ ഉണ്ടാവും, ചെലവാകണ്ടേ. എത്ര കോയക്ക കീസില്? കീസിൽ പുതിയാപ്പിളക്കുള്ള ഡ്രസ്സാണ്. കണ്ട ഇയാളെന്താ തുണി തിന്നുന്നോ? അല്ല, തിരികെ കേറ്റിയതാ. ഒരു ഫുൾ ഡബിൾ. அப்போ இன்னைக்கு வெடி சொல்லக்கூடாது. സുളകൻ വെടി മേച്ചർ. കുഞ്ഞാപ്പൂനുള്ളേ വിലയൊന്നും നോക്കില്ല, മുന്തിയന്നെ എടുത്തു. ഓലൊക്കെ എടുത്തിട്ടുണ്ടാവും. ആ പുന്നാര അഭിപ്രായം എല്ലാവർക്കും ഡ്രസ് കോഡ് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിർത്താൻ പറയുന്നു. ആ മന്ത്രം പറഞ്ഞ ഫ്ലോ അങ്ങ് പോയി. അല്ലാതെ മന്ത്രം അറിയാഞ്ഞിട്ടല്ല. ഇന്നീ ബാധയെ ഞാൻ മുണ്ട് വാ തുറന്ന തെറിയുടെ പൂരാ. ഇനി എന്തൊരിലയാണിത്? இது வந்து தேயிலை. இந்த வாகமண்ணுல நிறைய இடம் சுத்தி பாக்குறதுக்கு இருக்கு. ஒரு லட ഞാൻ ഇറങ്ങി. ജെടുക്ക പോണു കല്യാണല്ലേ ഡ്രസ് എടുക്കണ്ടേ? ഡ്രസ് അല്ല ഇപ്പച്ചി കൊടുത്തിക്കണത്. ഇയാൾ ആരെ ഒഴിപ്പിക്കുമെന്നാ പറഞ്ഞത്? ഞാൻ ഫോണിൽ റീല് കണ്ടതാ. ഓ, റീല് കാണുമായിരുന്നു. അപ്പൊ ബാധയില്ല. ഓക്കെ ബൈ. നിക്കവിടെ നിക്കാൻ. ഇങ്ങനെ കൈ വെച്ച് സഹായിക്കാനല്ല പറഞ്ഞു, ഒന്ന് പിടിക്കാൻ. പിടി പതുക്കെ കൊണ്ടോണേ. ഇത് ബിടായി വേണ്ട നാടാ. വെടിയാ ഇത് തപ്പൻ ഫോറസ്റ്റ്. അച്ഛാ തമ്പുരാൻ കാക്ക മലർന്ന് പറക്കണ്ട് നോക്കുകയാണേ. ആരും വെടി എന്തെങ്കിലും വെച്ചിന്നോ? ഇപ്പച്ചാ ഡ്രസ് കൊടുത്തുക്കണു. ഇത് പുതിയാപ്പിളക്കുള്ള ഡ്രസ് മാത്രം. ബാധയുണ്ട്. എന്റെ ബാധയെ വേണ്ട, ആ നിക്കുന്നവളാ എന്റെ ബാധയായ അവളെ താൻ ഇവിടുന്ന് ഒഴിപ്പിച്ചിട്ട് പോയാ മതി. അങ്ങനെ പിടിവിടുന്ന കൈപ്പല്ല. കൂടിയ പിടിയല്ല, ഇത് കൂട്ടിപ്പിടിയാ. അച്ഛ കൈവിട്. സുണകൻ ആദ്യമേ തഗ്ഗയാ. അതെങ്കിൽ കിടക്കാതെ 2 പെഗ് വേണ കൊടുക്കും. അതല്ല പറഞ്ഞത്, കൊറങ്ക് കൊളങ്കീന്ന്. ലോൽക്കുള്ളൊന്നുമില്ല. നോക്കട്ടെ.
എത്തത് പോത്തിന്റെ കാലോ. കൂട്ടുകൂറയാണോ ആ ചൂലിലൂടെ അടിക്കുന്നില്ലേ? നാവ് പൊങ്ങില്ല, തുണി മാറ്റിക്കോളൂ. കുളങ്ങിയോ? ആ അതെ. ഓ, അയ്യോ അയ്യോ. ആ ഇന്നൊക്കെ തൂങ്ങാൻ നല്ല റിസോർട്ട് വേണം. அதுக்கு ரிசோர்ட் இந்த மரத்துல ஒரு கயிறு போட்டு தொங்க வச்சு தொங்கிடலாம். ചാവാനല്ല, யார் அப்ப இந்திக்காரங்கல்லவா? അത് സൺസെറ്റ് ചെയ്താൽ നല്ല രസം ഉണ്ടാവും. പടച്ചോനെ, നിങ്ങളിത് വല്ല കേൾക്കലും പറ്റിയ വെച്ച് പറ്റില്ല കലത്തെ വേറെ. ഞാൻ പുറംചൊറിയ എടുത്തില്ലയോ? ഒന്ന് ഒഴിഞ്ഞു പോവും, ഒന്ന് ഒഴി. ഒഴിക്കട്ടെ. എന്താ അനുസരണയുള്ള ബാധയാ. ஓ தூங்குறதுக்கா? അച്ഛാ வெடியா டோன்ட் வரி, இந்த இடத்துல நல்ல ஒரு ரிசோர்ட் வந்திருக்கு. ആ അതെനിക്കുള്ളതല്ല, അത് ഇച്ചുള്ള. ഇനി കല്യാണത്തിനൊന്നും ഞാൻ പുതിയ കിട്ടിയില്ല, അത് വേണ്ട. ഇങ്ങനത്തെ ഡ്രസ് അമ്മേ അടുപ്പത്ത് വെള്ളം തിളച്ചെടുക്കുമല്ലേ? ഒഴിച്ച് തുണി തിരിയിക്കോ. ப்ளூபெரி ரிசோர்ட். അച്ഛാ அச்சா அச்சா. ആജാ அங்கல்லையா, இந்த பக்கம் வழி இருக்கு. ആഹാ ഒഴിഞ്ഞു പോവില്ലേ? കല്യാണത്തിന് ഡൂലപ്പ് വെച്ച് എനിക്കുള്ള ഡ്രസ് ഞാൻ റെന്റിനുള്ള അവിടെ പറഞ്ഞിട്ടുണ്ടേ. കൊമ്പങ്കാട്ടിലുള്ള ആൾക്കാരെങ്ങാനും ഡ്രസ്സ് വാടക എടുത്തു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര മോശം വേറെ ഒന്നും തീർക്കാന്ന് കണ്ടാൽ ഇവിടുന്ന് തന്നെ ഇട്ടിട്ട് പോയാൽ മതി. അതില്ലയ്യാ, വഴി റോഡ് റോഡ്. സുണകൻ അയ്യാ ആഹാ ரொம்ப ഇവരാരടാ മാറി ഇതിലെ നിനക്കും കിട്ടും. ഇത് ശങ്കര മൂശാരി, എന്റെ എവന്റെ അച്ഛനാ. അച്ഛൻ ഒരു അസുഖമില്ല. പ്രമാണ്ടമാ ഇருக்கு. അച്ഛാ അച്ഛാ ചങ്കളങ്ങൾ വാഗമണ്ണക്ക് ടൂർ പോന്നിട്ട് സ്റ്റേ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇത്ര നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള കാലം മാറി പച്ചേ. എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലില് ഡിസൈൻ ചെയ്ത് തന്ന് റെന്റിന് കൊടുക്കുന്ന ടീമുണ്ട് ഇവിടെ. എവിടെ? എന്താണ് അതിന്റെ പേര്? പെരിന്തൽമണ്ണയിലെ വെഡ്ലോ. ഇവനെ സ്വാമിയുടെ അടുത്ത് ചരട് ജപിച്ച് കെട്ടിക്കാൻ കൊണ്ടുവന്നതാ. കൂടെ വന്ന ടാക്സി ഡ്രൈവറെ താഴെ അടിച്ചിട്ടിട്ട് അവൻ കാറും കൊണ്ടുവന്നു. പേര്. ആ എന്നാ നടക്കേ, ഞാനും പോരുണ്ട്. എവിടേക്ക്? പെരുന്നാളൊക്കെ ഉടച്ചൊരു നാളെ കെടുത്തില്ല. ഇപ്പൊ ചിന്റെ ചങ്ങായിമാരുണ്ട് അവിടെ കാത്തിക്കണം. ഞാൻ പോവാണേ. ആ എന്നാ പോയിക്കോ. വാറ്റ് ചാരാൻ കുടിച്ച് കളരി പറമ്പ് കിടന്ന് ഉറങ്ങിയ ശേഷം അവൻ ഇങ്ങനെ. പക്ഷെ ഇയാൾ ഇവിടെ വെച്ച് തെറിവിളി നടത്തിയല്ലോ. എങ്ങനെ തെറി വിളിക്കാൻ? എവിടത്തെ വരി വരി. ആ വേ വരി വേ വരി. അതൊന്നൊക്കെ പറയണ്ടേ ചങ്ങായിമാരോടെ. ചങ്കളെ ഇതാണ് ഇരിക്കുന്ന സ്വാമി വായിൽ തുണി തിരി കാറിന്റെ പുറകിട്ടോണ്ടല്ലേ വന്നത് നിൽക്കണ മഹാഭാവി. ഇടയ്ക്ക് നല്ല മർദ്ദനം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കൊണ്ടുപോക്കോളൂ.